നിങ്ങൾക്ക് എല്ലാവർക്കും ഇമെയിൽ വന്നിട്ടുണ്ടായിരിക്കും NMC ഓൺലൈൻ മാറുകയാണ്, മൈ NMCയിലോട്ട് ചേഞ്ച് ആവുകയാണ്. ഈ ജനുവരിയിലാണ്, ലാസ്റ്റോട് കൂടിയാണ് അതിൻ്റെ ചേഞ്ചസ് കാര്യങ്ങളെല്ലാം തന്നെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കുട്ടികൾ പാനിക്കായിട്ട് ക്വയറീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആദ്യമേ തന്നെ പറയട്ടെ, ഇതിനകത്ത് പാനിക് ആവാനായിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോൾ NMC അവരുടെ രജിസ്ട്രൻസിന് അല്ലെങ്കിൽ അവരുടെ യൂസേഴ്സിന് കുറച്ചും കൂടെ സർവീസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ NMC ഓൺലൈനിൽ നിന്ന് മാറി മൈ NMCയിലോട്ട് ആവുന്നത്. അപ്പോൾ ഇതിനൊരു മെയിൻ പർപ്പസ് ആയിട്ട് അവർ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മൾട്ടി ഫാക്ടർ ഓത്തൻറ്റിക്കേഷൻ, അതായത് സെക്യൂരിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു NMC ഓൺലൈൻ മാറിയിട്ട് മൈ NMCയിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും, അതായത് ഇവിടെ പിൻ നമ്പർ കിട്ടിയിട്ടുള്ള ആൾക്കാരാവട്ടെ, ഇപ്പോൾ OET കഴിഞ്ഞ് NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാവട്ടെ, CBT ഓസ്കിങ് കഴിഞ്ഞിട്ടുള്ളവരാവട്ടെ, അതായത് NMCയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ ഇമെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊന്നും ബേസ് ചെയ്തിട്ടല്ല. നിങ്ങൾ ബേസിക്കലി NMCയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, രജിസ്ട്രേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി അവരുടെ വെബ്സൈറ്റിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ആ പറഞ്ഞിരിക്കുന്ന ജനുവരി 23 to 27 വരെയുള്ള ടൈമിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയം ഡൗൺ ടൈം ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് NMCയുടെ സർവീസസോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ ആപ്ലിക്കേഷന് നിങ്ങൾ ഫൈനൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യാൻ പോകണമെങ്കിൽ ഈ ഒരു പീരീഡ് ഓഫ് ടൈം നിങ്ങൾ മനസ്സിൽ കരുതുക. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് NMCയുടെ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുള്ളൂ NMCയുടെ സൈഡിൽ നിന്ന്. നിങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. മൈ NMC ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തായാലും അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ നേരത്തെ പിൻ നമ്പർ കിട്ടിയിട്ടുള്ളവരാണ്, റീസെൻ്റ് ആയിട്ട് പിൻ നമ്പർ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ പോവാണ്, അതായത് റീവാലിഡേഷൻ്റെ കാര്യത്തിനാവട്ടെ, NMCയുടെ റിന്യൂവലിൻ്റെ പേയ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാവട്ടെ. അപ്പോൾ ആ ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 16 ജനുവരി തൊട്ട് പോസിബിൾ ആയിരിക്കില്ല എന്തായാലും. അപ്പോൾ അത് നിങ്ങൾ സെറ്റപ്പ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 16 ജനുവരിക്ക് മുന്നേ നിങ്ങൾ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈ NMC വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്കി പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അതുപോലെ നിങ്ങൾ NMC റീവാലിഡേഷൻ നിങ്ങൾ ഡ്യൂ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ, അതായത് അവർ പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ 22 of ജനുവരിക്ക് മുന്നേ തന്നെ നിങ്ങൾ റീവാലിഡേഷൻ്റെ പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. ബിക്കോസ് അത് നിങ്ങൾ ഡിലേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെൻസും റീവാലിഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഒന്നേന്ന് വീണ്ടും ചെയ്യേണ്ടി വരും എന്തായാലും. ഓക്കെ, റീവാലിഡേഷൻ എന്ന് പറയുന്ന ഒരു ഹെക്ടിക് പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. NMCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിപ്പോയാൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റീവാലിഡേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി NMC രജിസ്ട്രേഷൻ കഴിഞ്ഞു, നിങ്ങൾ പിൻ നമ്പറൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരാണ്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡേറ്റ കാര്യങ്ങളെല്ലാം തന്നെ മൈ NMC പോർട്ടലിലോട്ട് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ആകെ ഇനി മൈ NMCയിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ NMC ഓൺലൈൻ മൈ NMC എന്താണെന്നുള്ള സംഭവം നിങ്ങൾക്ക് ഐഡിയ കിട്ടി എന്ന് വിചാരിക്കണം. പാനിക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ക്ലിയർ ആയില്ല. അപ്പോൾ ഈ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. കാര്യം പല കുട്ടികളും പേടിച്ചിരിക്കുകയാണ്. ആൻഡ് റിക്രൂട്ട്മെൻറ്റ് റീസ്റ്റാർട്ട് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫോൾസ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്.